ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇത്രയും പാട്ട് വീഡിയോസ് ഇട്ടു, 5 പാട്ട് വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്തത് 6th വീഡിയോ, ബിഹേവിയർ ഓഫ് ദ റിയൽ ഗ്യാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്രസബിലിറ്റി ഫാക്ടറിനെ പറ്റിയിട്ടൊരു ക്ലാസ് ഉണ്ടാവുമായിരിക്കും. പിന്നെ വാൻഡർ ഫോൾസിനെ പറ്റിയിട്ടൊരു ക്ലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ 3 പാട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് കഴിഞ്ഞു. ഇനി ബിഹേവിയർ ഓഫ് ദ റിയൽ ഗ്യാസ്, നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഗ്രാഫ്സ് ഒന്നും നമുക്ക് പഠിക്കാനോ വരയ്ക്കാനോ എക്സാമിന് ഉണ്ടാവില്ല. അതനുസരിച്ചിട്ട് അത് വരച്ച് പഠിച്ച് വരുമൊന്നും വേണ്ട. അതുകൊണ്ട് അതൊന്നും എക്സാമിന് ചോദിക്കില്ല. ഗ്രാഫ് വരയ്ക്കാനോ ഒന്നും ചോദിക്കില്ല. ഒരു ഐഡിയൽ ഗ്യാസ്, ഫോർ ഐഡിയൽ ഗ്യാസസ് സെൻസ് ഇറ്റ് ഒബൈ ബോയിൽസ് ലോ ദ PV plot at a constant temperature would be the straight lines parallel to pressure axis. മറ്റേ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ബോയിൽസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവും. ഫോർ ഐഡിയൽ ഗ്യാസിലാണെങ്കിൽ, ഫോർ റിയൽ ഗ്യാസ് ഇറ്റ്സ് നോട്ട് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. റിയൽ ഗ്യാസിനാണെങ്കിൽ അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. റിയൽ ഗ്യാസ് ഷോ സിഗ്നിഫിക്കൻറ്റ് ഡേവിയേഷൻ ഫ്രം ദ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈൻ കാണുന്നുണ്ടോ ആ ഗ്രാഫിൽ, അതാണ് ഐഡിയൽ ഗ്യാസസിന് ശരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു റിയൽ ഗ്യാസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് കുറേ ഡേവിയേഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡേവിയേഷൻ്റെ കാരണങ്ങളാണ് ഇതിൽ പറയുന്നത്. ഗ്യാസ് ലോസ് ആൻഡ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ were obeyed from a kinetical theory of gases. Kinetic theory is made by two രണ്ട് അസംഷൻസ് ഉണ്ട്. വോളിയം ഓഫ് ദ മോളിക്യൂൾസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസസ്. ദ മോളിക്യൂൾ ഷുഡ് ബി possess an effective volume. Molecules volume can be ignored at a low pressure and high temperature. There is no force of attraction between the molecules. If there is no force of attraction between the gas molecules, it is not possible to liquefy a gas. അപ്പോൾ 2 അസംഷൻസാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, വോളിയം ഓഫ് ദ മാസ് ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഷുഡ് പോസസ് ആൻ എഫക്റ്റീവ്, ഒരു മോളിക്യൂൾസിന് ഒരു എഫക്റ്റീവ് വോളിയം വേണം. അതേപോലെ മോളിക്കുലർ വോളിയം ക്യാൻ ബി ഇഗ്നോർ. മോളിക്കുലർ വോളിയംസ് നമുക്ക് ലോ പ്രഷർ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചറിലാണെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു അസംഷനും. There is no force of attraction between the molecules തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഉപയോഗിട്ട്, ഇഫ് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അതുപോലെ ഒരു ലിക്വിഡ് ഗ്യാസിന് അവിടെ പോസിബിൾ അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ PV = nRT. അപ്പോൾ Z = PV by nRT. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിനെ എടുത്തു കഴിഞ്ഞാൽ PV/nRT. ദെൻ Z = PVm by nRT. M is the molecular volume. B/N എന്നുള്ള ഒരു സാധനമാണ്. ഫോർ ഐഡിയൽ ഗ്യാസ് ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ Z = 1. ഫോർ എ റിയൽ ഗ്യാസ് Z is not equal to 1. ഫോർ എ റിയൽ ഗ്യാസ് Z = PV real by nRT. Z = PV ideal by nRT. അങ്ങനെയായിരിക്കും. V ideal = nRT/P. V കാണണമെങ്കിൽ nRT/P ചെയ്താൽ മതി. Z = V real by V ideal. കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് എ റേഷ്യോ ഓഫ് ദ ആക്ച്വൽ. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ? അത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ആക്ച്വൽ മോളാർ വോളിയം ടു ദ മോളാർ വോളിയം ഇഫ് ദ ഗ്യാസ് വേർ ഐഡിയൽ അറ്റ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ മോളാർ വോളിയം ടു ദ മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ് ഓഫ് ദ ഐഡിയൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് എഴുതി വയ്ക്കാം. അറ്റ് എ ലോവർ പ്രഷർ ആണെങ്കിൽ Z = 0. ഹയർ പ്രഷർ ആണെങ്കിൽ Z is greater than 1. അറ്റ് എ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ആണെങ്കിൽ Z is lower than 1. ഓക്കെ, അതൊക്കെയാണ് ഡിപ്പെൻസ് അപ്പോൺ ദ നേച്ചർ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയൽ ഗ്യാസ് obey the Boyle's law over a applicable range of the pressure is called as boil point or boil temperature. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഗ്യാസ് ബോയിൽസ് ലോ ഒബേ ചെയ്യണ പോയിന്റിനെ പറയുന്നതാണ് ബോയിൽ പോയിന്റ് ഓർ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z is greater than 1 ആയിരിക്കും. അതൊക്കെ പഠിച്ചാൽ മതി. പിന്നെ ഓൺ ഇൻക്രീസിങ് ദ പ്രഷർ Z keep on increasing after the minimum. pressure on increasing pressure Z keep on increasing after a minimum. ഒരു മിനിമം ആകുമ്പോഴും ഇത് കീപ്പ് ഓൺ ഇൻക്രീസിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു.
ഓക്കെ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അതിൽ നോക്കിയത് എന്തൊക്കെ കോസസ്, 2 അസംഷനും നോക്കണം, പിന്നെ അതേപോലെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണെന്നും അറിഞ്ഞിരിക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.